സകലതും അറിയുന്ന റബ്ബ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള അവൻ്റെ വിശേഷണം, അവനെല്ലാം അറിയുന്നുണ്ട്. അവൻ്റെ ഇൽമിനെ കുറിച്ചാണ് ഖുർആനിൽ ഏറ്റവും അധികം വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തേണ്ടത്, നമ്മെ ഏറ്റവും അധികം തഖ്വയോടെ ജീവിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ വിശേഷണമാണ്. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര നീ അതിനെക്കുറിച്ച്? അള്ളാഹുവിൻ്റെ ആ സിഫത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നീ? ശക്തനായ ഒരു ഭരണാധികാരിയുള്ള ഒരു രാജ്യത്ത് നീ ജീവിക്കുകയാണ്. അയാളുടെ ചാരന്മാർ ഓരോ ഇടത്തുമുണ്ട്. അയാൾക്കെതിരിൽ സംസാരിക്കുന്ന, അയാൾ നാട്ടിൽ നിശ്ചയിച്ച നിയമത്തിനെതിരിൽ പ്രവർത്തിക്കുന്ന ആരുണ്ടെങ്കിലും അതേക്കുറിച്ച് വിവരം അറിയിച്ചു കൊടുക്കാൻ സംവിധാനങ്ങൾ ആ നാട്ടിൽ അയാൾ ചെയ്തു വച്ചിട്ടുണ്ട്. പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷയാണ് അയാളുടെ നാട്ടിലെ സംവിധാനത്തിന് കീഴിലുള്ളത്. എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു നാട്ടിൽ ആളുകൾ ജീവിക്കുക? എത്ര കരുതലോടെയായിരിക്കും അവർ പെരുമാറുക? അവരുടെ വാക്കുകൾ എങ്ങനെയായിരിക്കും? അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? എങ്കിൽ സഹോദര, മാലിക്കുൽ മുൽക്കായ സർവ്വരാജാക്കന്മാരുടെയും മുകളിലുള്ള ഏറ്റവും ഉന്നതനായ രാജാവായ സർവാധികാരിയായ അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്റെ ഓരോ ശബ്ദവും കേൾക്കുന്നു. നീ ചെയ്യുന്നതെല്ലാം നീ ചെയ്യുന്നതിന് മുൻപേ അറിയുന്നു. നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അല്ലാഹു അറിയുന്നു. അവൻ്റെ സൈന്യം, അവൻ്റെ ഏറ്റവും മാന്യന്മാരായ ദൂതന്മാർ, മലായിക്കത്ത് നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നാകട്ടെ രക്ഷപ്പെട്ട് എങ്ങോട്ട് നാം പോകാനാണ്? അവൻ്റെ ഭൂമിയിൽ നിന്ന് എവിടെയാണ് നമ്മൾ പോയി ഒളിക്കുക? ഏതാകാശമാണ് നമുക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് നമ്മെ ഒളിപ്പിച്ചു വെക്കുക? അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, അവൻ്റെ പിടുത്തത്തിൽ നിന്ന്. അതുകൊണ്ട് റബ്ബിനെ അറിയുക, അവനെക്കുറിച്ച് പഠിക്കുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.